കാറ്റ് വീശുന്നുണ്ട്, കൊടുങ്കാറ്റ് വരുന്നുണ്ട്, മാറ്റത്തിൻ്റെ പെരുമ്പറ മുഴങ്ങുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ചാനൽ ചർച്ചാ മുറികളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ചായക്കടകളിലെ സൊറ പറച്ചിലുകളിലും നമ്മൾ കേട്ടുമടുത്ത വാചകങ്ങളാണിവ. പോളിംഗ് ശതമാനം ഉയർന്നുവെന്ന ഒരൊറ്റ കാരണത്താൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റിമറിക്കപ്പെടാൻ പോകുന്നുവെന്ന് ചിലർ അകം കുളിർക്കുന്നു. ഭരണവിരുദ്ധ വികാരം ആഞ്ഞു വീശിയെന്നും ജനം കൂട്ടത്തോടെ വന്ന് മാറ്റത്തിനായി വോട്ട് കുത്തിയെന്നും പ്രതിപക്ഷ നിര അവകാശപ്പെടുന്നു. എന്നാൽ സത്യം അതാണോ? ക്യാമറകളുടെ ഫ്ലാഷുകൾക്കും വാർത്താവതാരകരുടെ അലർച്ചകൾക്കും അപ്പുറം വോട്ട് യന്ത്രങ്ങൾക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചില കണക്കുകളുണ്ട്. ആ കണക്കുകൾ കള്ളം പറയില്ല. ശതമാനങ്ങളുടെ മായാജാലത്തിൽ ഒളിപ്പിച്ചു വച്ച ഒരു വലിയ സത്യമുണ്ട്. ഇതൊരു തരംഗമേ അല്ല. വോട്ട് പട്ടികകളിലെ കണക്കുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ, കഴിഞ്ഞകാല ചരിത്രങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ നിശബ്ദത നൽകുന്ന സൂചന മറ്റൊന്നാണ്. ഈ അക്കങ്ങളുടെ കളികൾ സത്യത്തിൽ ചെന്ന് നിൽക്കുന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു വലിയ സാധ്യതയിലേക്കാണ്. അതെങ്ങനെയെന്നല്ലേ? വാചകമടികൾ മാറ്റിവെച്ച് നമുക്ക് അക്കങ്ങളിലേക്ക് കടക്കാം. എന്താണ് യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് തരംഗം? 2001 2011 ഒക്കെ നമ്മൾ കണ്ടതുപോലെ ജനങ്ങൾ അക്ഷമരായി കാത്തുനിന്ന് പഴയ റെക്കോർഡുകൾ ഭേദിച്ച് ലക്ഷക്കണക്കിന് പുതിയ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു തരംഗം ജനിക്കുന്നത്. അവിടെ ശതമാനം മാത്രമല്ല, വോട്ട് ചെയ്ത മനുഷ്യരുടെ എണ്ണവും കൂടും. എന്നാൽ ഇത്തവണ സംഭവിച്ചതെന്താണ്? ഇത്തവണത്തെ പോളിംഗ് ശതമാനം കണ്ടിട്ട് അമ്മാ എന്തൊരു തരംഗം എന്ന് പറയുന്നതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സുപ്രധാന കാര്യമുണ്ട്. അത് വോട്ടർ പട്ടികയിലെ മാറ്റങ്ങളാണ്. അതായത് SIR, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചപ്പോൾ മരണപ്പെട്ടവരും നാടുവിട്ടു പോയവരുമായ ലക്ഷക്കണക്കിന് പേരുടെ പേരുകൾ ഒഴിവാക്കപ്പെട്ടു. അതായത് ആകെ വോട്ടർമാരുടെ എണ്ണം പഴയതിനേക്കാൾ ഗണ്യമായി കുറഞ്ഞു. ഈ പുതിയ ചെറിയ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിയാണ് ശതമാനം കണക്കാക്കുന്നത്. ഉദാഹരണത്തിന് 100 പേരുള്ള ഒരു പട്ടികയിൽ 70 പേർ വോട്ട് ചെയ്താൽ അത് 70%. എന്നാൽ പട്ടിക ശുദ്ധീകരിച്ച് ആകെ വോട്ടർമാർ 80 ചുരുങ്ങി എന്ന് കരുതുക. അവിടെ വെറും 60 പേർ വോട്ട് ചെയ്താൽ തന്നെ പോളിംഗ് ശതമാനം 75% കുതിച്ചുയരും. പക്ഷേ യഥാർത്ഥത്തിൽ വോട്ട് ചെയ്ത മനുഷ്യരുടെ എണ്ണം 70 നിന്ന് 60 കുറയുകയല്ലേ ചെയ്തത്? ഇതാണ് ഇത്തവണ കേരളത്തിൽ സംഭവിച്ചത്. ശതമാനം കൂടുമ്പോഴും വോട്ട് ചെയ്ത യഥാർത്ഥ മനുഷ്യരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. എണ്ണം കുറയുമ്പോൾ എങ്ങനെയാണ് അതൊരു തരംഗമാകുക? ആർക്കു വേണ്ടിയാണ് ജനം ഒഴുകിയെത്തിയതെന്ന് പറയുന്നത്? ഈ ചോദ്യത്തിന് മുന്നിൽ വലതുപക്ഷ നിരീക്ഷകരുടെ ഉത്തരം മുട്ടും. ഏറ്റവും വലിയ പോരാട്ടം നടന്നുവെന്ന് പറയപ്പെടുന്ന അനന്തപുരിയുടെ മണ്ണിലേക്ക് തന്നെ വരാം. തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഈ ശതമാന തട്ടിപ്പിൻ്റെ ആഴം വ്യക്തമാകും. ഈ 14-ൽ വെറും 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് വർദ്ധിച്ചത്. അതും കേവലം നാമമാത്രമായ വർധനവ്. നെടുമങ്ങാടും വർക്കലയിലും യഥാക്രമം 2000-ഉം 500-ഉം വോട്ടുകളുടെ മാത്രം വർധനവ്. ബാക്കി 12 മണ്ഡലങ്ങളിലും പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം കുത്തനെ ഇടിഞ്ഞു. ഏറ്റവും ശ്രദ്ധേയമായത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലമാണ്. അവിടെ പോളിംഗ് ശതമാനം ഏകദേശം 12%-ഓളമാണ് ഉയർന്നത്. ഇത് കണ്ടിട്ട് പലരും ഭരണമാറ്റത്തിൻ്റെ കാറ്റ് വീശി എന്ന് ആർത്തു വിളിച്ചു. എന്നാൽ യഥാർത്ഥ കണക്ക് വന്നപ്പോൾ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തതിനേക്കാൾ 9500-ൽ പരം വോട്ടുകൾ അവിടെ കുറവാണ് പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ എവിടെ പോയി ആ തരംഗം? വട്ടിയൂർക്കാവിലും പാറശാലയിലും 11,000-ത്തോളം വോട്ടുകളുടെ കുറവാണ് ഉണ്ടായത്. നേമത്തും കഴക്കൂട്ടത്തും 8,000-ത്തിലധികം വോട്ടുകൾ പെട്ടിയിൽ വീഴാതെ പോയി. ചിറയൻകീഴിലും വാമനപുരത്തുമെല്ലാം പോളിംഗ് ശതമാനം ഉയർന്നുവെങ്കിലും യഥാർത്ഥ വോട്ടുകളുടെ എണ്ണത്തിൽ ആയിരങ്ങളുടെ കുറവുണ്ട്. ഇതിനെ ഒരു തരംഗമെന്ന് വിളിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ആർക്കെങ്കിലും കഴിയുമോ? ജനങ്ങൾ കൂട്ടത്തോടെ ഇറങ്ങി വോട്ട് ചെയ്തുവെന്നത് പച്ചക്കള്ളമല്ലേ? ഇനി തലസ്ഥാനം വിട്ട് വടക്കോട്ട് സഞ്ചരിച്ചാലും ചിത്രം വ്യത്യസ്തമല്ല. കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് പോളിംഗ് ശതമാനം ഉയർന്നപ്പോഴും 2000-ത്തോളം വോട്ടുകൾ കുറഞ്ഞു. ഇനി ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ മുൻപന്തിയിൽ നിന്ന പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തം മണ്ഡലമായ പറവൂരിലേക്ക് നോക്കാം. അവിടെയും ശതമാനം ഏകദേശം 3% വർദ്ധിച്ചു. പക്ഷേ വോട്ട് ചെയ്ത മനുഷ്യരുടെ എണ്ണത്തിൽ 1000-ത്തിലധികം വോട്ടുകളുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആലപ്പുഴയിലെ ഏറ്റവും വാശിയേറിയ മത്സരം നടന്ന അമ്പലപ്പുഴയിൽ 4%-ലധികം പോളിംഗ് വർദ്ധിച്ചിട്ടും ആകെ വോട്ടുകളിലുണ്ടായ വർധനവ് കേവലം 1000-ൽ താഴെ മാത്രമാണ്. ഇതിനെയാണോ വലതുപക്ഷം തരംഗമെന്ന് വിളിക്കുന്നത്? അതേസമയം LDFിൻ്റെ ശക്തമായ കോട്ടയായ കോഴിക്കോട് ബേപ്പൂരിൽ സ്ഥിതി മറിച്ചാണ്. അവിടെ വെറും 4% പോളിംഗ് ഉയർന്നപ്പോൾ പുതിയതായി പെട്ടിയിൽ വീണത് 18,000-ത്തോളം അധിക വോട്ടുകളാണ്. കുന്നമംഗലത്തും സമാനമായ കുതിച്ചുചാട്ടമുണ്ടായി. അതായത് ഭരണവിരുദ്ധ വികാരം ആഞ്ഞു വീശിയെന്ന് പറയുന്ന ഇടങ്ങളിൽ വോട്ടുകൾ കുറയുകയും
ഇടതുപക്ഷത്തിൻ്റെ സ്വാധീന മേഖലകളിൽ വോട്ടുകൾ ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മാറ്റത്തിൻ്റെ കാറ്റ് വീശിയത് ആർക്കനുകൂലമായാണ്? കണക്കുകൾ സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു സർ. പോളിംഗ് ശതമാനം ഉയരുന്നതും എന്നാൽ കേവല വോട്ടുകളുടെ എണ്ണം കുറയുകയോ അല്ലെങ്കിൽ വലിയ മാറ്റമില്ലാതെ തുടരുകയോ ചെയ്യുന്ന ഇത്തരം സാഹചര്യങ്ങൾ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ മുൻപും ഉണ്ടായിട്ടുണ്ട്. ആ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്ന വളരെ വ്യക്തമായ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇത്തരം നിശബ്ദ പോളിംഗുകൾ എക്കാലത്തും ഇടതുപക്ഷത്തിനാണ് അനുകൂലമായി ഭവിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ വളരെ സുസജ്ജമായ കെട്ടുറപ്പുള്ള ഒരു കേഡർ സംവിധാനമുണ്ട്. മഴ പെയ്താലും വെയിൽ കാഞ്ഞാലും തരംഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും തങ്ങളുടെ അടിസ്ഥാന വോട്ടുകൾ കൃത്യമായി പെട്ടിയിലാക്കാൻ അവർക്ക് സാധിക്കും. അവരുടെ വോട്ട് ബാങ്ക് ഒരിക്കലും ചോർന്നു പോകാറില്ല. മറുവശത്ത് വലതുപക്ഷ മുന്നണികളുടെ വിജയസാധ്യതകൾ എപ്പോഴും ആശ്രയിച്ചിരിക്കുന്നത് സ്വിംഗ് വോട്ടർമാരെ അഥവാ നിഷ്പക്ഷ വോട്ടർമാരെയാണ്. ഒരു ഭരണവിരുദ്ധ വികാരം ശക്തമായിരിക്കുമ്പോൾ രാഷ്ട്രീയമായി ഒരു മുന്നണിയോടും ആഭിമുഖ്യമില്ലാത്ത സാധാരണക്കാർ കൂട്ടത്തോടെ പുറത്തിറങ്ങി മാറ്റത്തിനു വേണ്ടി വോട്ട് ചെയ്യും. അങ്ങനെ സംഭവിക്കുമ്പോൾ പോളിംഗ് ശതമാനത്തിനൊപ്പം പോൾ ചെയ്ത വോട്ടുകളുടെ കേവല സംഖ്യയും ലക്ഷക്കണക്കിന് വർദ്ധിക്കും. അതാണ് തരംഗം. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ആകെ വോട്ടുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നു. ഇതിനർത്ഥം സർക്കാരിനെതിരെ ജനങ്ങളിൽ അങ്ങനെയൊരു അമർഷമില്ല എന്നാണ്. നിഷ്പക്ഷ വോട്ടർമാർ ഭരണമാറ്റത്തിനു വേണ്ടി വെപ്രാളപ്പെട്ട് വരി നിൽക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ്. അവർ തങ്ങളുടെ വീടുകളിൽ തന്നെ തുടർന്നപ്പോൾ ഇടതുപക്ഷ കേഡർമാർ കൃത്യമായി ബൂത്തുകളിലെത്തി തങ്ങളുടെ കടമ നിർവഹിച്ചു. എപ്പോഴൊക്കെ വോട്ടിംഗ് ശതമാനം കൃത്രിമമായി ഉയരുകയും എന്നാൽ യഥാർത്ഥ വോട്ടുകളുടെ എണ്ണം കുറയുകയും ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ LDF തങ്ങളുടെ കോട്ടകൾ ഭദ്രമാക്കിയിട്ടുണ്ട് എന്നതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം. വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പും മരിച്ചവരുടെയും പേരുകൾ നീക്കം ചെയ്തുകൊണ്ട് മാത്രം ശതമാനത്തിലുണ്ടായ ഈ വർധനവ് ഒരു ഭരണവിരുദ്ധ തരംഗമായി വ്യാഖ്യാനിച്ചിരിക്കുന്നത് യാഥാർത്ഥ്യത്തെ ഇരുട്ടുകൊണ്ട് മറയ്ക്കുന്നതിന് തുല്യമാണ്. തരംഗമില്ല എന്ന് മാത്രമല്ല, ഉള്ള വോട്ടുകൾ കൃത്യമായി സമാഹരിക്കുന്നതിൽ ഇടതുപക്ഷം കാണിച്ച ജാഗ്രത ഈ കുറഞ്ഞ വോട്ടിംഗ് നിരക്കിലും അവർക്ക് മേൽക്കൈ നൽകുന്നുവെന്നുള്ളതാണ് സത്യം. ത്രികോണ മത്സരങ്ങൾ നടന്ന മണ്ഡലങ്ങളിൽ പോലും വലതുപക്ഷ വോട്ടുകൾ വിഘടിച്ചു പോയപ്പോൾ ഇടതുപക്ഷം തങ്ങളുടെ വോട്ടുകൾ ചോരാതെ കാത്തു. ചുരുക്കത്തിൽ ചാനൽ സർവേകളും എക്സിറ്റ് പോളുകളും എത്ര തന്നെ കൊട്ടിഘോഷിച്ചാലും യാഥാർത്ഥ്യം മറ്റൊന്നാണ്. വോട്ടിംഗ് യന്ത്രങ്ങൾക്കുള്ളിൽ പൂട്ടിവെക്കപ്പെട്ടിരിക്കുന്നത് ഒരു ഭരണവിരുദ്ധ കൊടുങ്കാറ്റല്ല, മറിച്ച് തങ്ങളുടെ അടിസ്ഥാന വോട്ടുകൾ കൃത്യമായി പെട്ടിയിലാക്കിയ ഒരു സുസംഘടിത പ്രസ്ഥാനത്തിൻ്റെ നിശബ്ദമായ ചിരിയാണ്. കണക്കുകളിലെ ഈ കള്ളക്കളി മനസ്സിലാക്കാതെയാണ് പലരും ഇപ്പോഴും വായുവിൽ കോട്ടകൾ കെട്ടുന്നത്. കുറഞ്ഞ വോട്ടർമാരുള്ള പട്ടികയിലുണ്ടായ ചെറിയ ചലനങ്ങളെ തരംഗമെന്ന് വിളിച്ച് സ്വയം ആശ്വസിക്കുന്നവർക്ക് വോട്ടെണ്ണൽ ദിനത്തിൽ വലിയ നിരാശയായിരിക്കും കാത്തിരിക്കുന്നത്. കാരണം എണ്ണത്തിൽ കുറവ് വന്ന വോട്ടുകൾ ഒരിക്കലും ഒരു മാറ്റത്തിൻ്റെ സൂചനയല്ല. അത് നിലനിൽപ്പിൻ്റെയും തുടർച്ചയുടെയും അംഗീകാരമാണ്. ചരിത്രം ആവർത്തിക്കുകയാണെങ്കിൽ ഈ കണക്കുകളുടെ ഇന്ദ്രജാലം അവസാനിക്കുക തികച്ചും ചുവപ്പണിഞ്ഞ ഒരു യാഥാർത്ഥ്യത്തിലായിരിക്കും. അതുകൊണ്ട് മാറ്റത്തിൻ്റെ കാറ്റ് വീശിയെന്ന് പറഞ്ഞ അമിതാഹ്ലാദം പ്രകടിപ്പിക്കുന്നവർ ഓർക്കുക, കാറ്റ് നിങ്ങളുടെ ഭാഗത്തേക്കല്ല വീശിയത്, മറിച്ച് നിങ്ങളുടെ കണക്ക് കൂട്ടലുകളെ തെറ്റിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ നിശബ്ദത ഒരു കൊടുങ്കാറ്റിൻ്റെ വരവറിയിക്കുന്നതല്ല. ഇത് അടിയുറച്ച ഒരു ജനകീയ അടിത്തറയുടെ വിയർപ്പിൻ്റെ മണമുള്ള ഇടതുപക്ഷത്തിൻ്റെ തിളക്കമാർന്ന മറ്റൊരു അധ്യായത്തിൻ്റെ തുടക്കമാണ്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ആദ്യത്തെ സൂചനകൾ തന്നെ ഈ വാചകമടികളെ തവിടുപൊടിയാക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാത്തിരിക്കുക, അക്കങ്ങൾ അവരുടെ യഥാർത്ഥ ഭാഷയിൽ സംസാരിക്കുന്നത് കേൾക്കാൻ. ജനവിധി യാഥാർത്ഥ്യമാകുന്ന മെയ് 4-ാം തീയതിക്കായി.